ഇൻവിസിബിൾ ആയിട്ടുള്ള ഹെഡ്ഫോണിനെ പറ്റി കേട്ടിട്ടുണ്ടോ? നിങ്ങൾ പാലിക്കുന്നുണ്ട് ഇൻവിസിബിൾ ഹെഡ്ഫോണാണ്, നിങ്ങൾ TWSനെ പറ്റിയാണോ പറയുന്നതെന്നായിരിക്കും നിങ്ങൾ എൻ്റെ ചോദിക്കുന്നത്. അതൊന്നുമല്ല, നിങ്ങളുടെ കാതിൽ ഒരു സാധനവും വെക്കേണ്ട കാര്യമില്ല. എന്നാൽ നിങ്ങൾക്ക് ഹെഡ്ഫോൺ ഉപയോഗിക്കുന്നത് പോലെ പാട്ടും മ്യൂസിക്കും വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. എങ്ങനെ? നിവേട്ടോ N1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെക്നോളജി ഉണ്ട്. അതായത് ഈ ഒരു സാധനം ഒരു എന്താ പറയുക, നമ്മുടെ സൗണ്ട് ബാർ പോലെ ഇരിക്കും. ഇതിനെ കൊണ്ടുവന്ന് നിങ്ങളുടെ വീട്ടിനകത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിൻ്റെ അകത്തോ നിങ്ങളുടെ ലാപ്ടോപ്പിലോ ഒക്കെ നിങ്ങൾ കാണുന്ന വീഡിയോസോ പാട്ടോ എന്തോ ആവട്ടെ, അത് നിങ്ങൾക്ക് വയർലെസ് ആയിട്ട് ഇൻവിസിബിൾ ആയിട്ട് നിങ്ങളുടെ കാതുകളിൽ കിട്ടും. എങ്ങനെയാണെന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്. ഈ ഇൻവിസിബിൾ ഹെഡ്ഫോൺ വർക്കാവുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ ഇൻറ്റൻസിറ്റിയിലുള്ള അൾട്രാ സൗണ്ട് വെച്ചിട്ടാണ്. ഈ ഒരു ഗാഡ്ജറ്റിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ കാതുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ആ കാതുകളുടെ ചുറ്റും ഒരു പ്രോസസ്സ് നടത്തി കാതുകളിലേക്ക് മ്യൂസിക് കൊണ്ടുവരുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാം, നിങ്ങളൊരു റൂമിൻ്റെ അകത്തേക്ക് കയറി പോകുമ്പോൾ ഒരാൾ ആ ഒരു മൂലയ്ക്കിരുന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അയാൾ ഹെഡ്ഫോൺ വെച്ചിട്ടില്ല. എന്നാൽ അയാളുടെ അടുത്തേക്ക് നിങ്ങൾ പോയി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അയാളുടെ കാതിൻ്റെ അടുത്തേക്ക് നിങ്ങൾ പോയി ഇങ്ങനെ എത്തി ഒളിഞ്ഞ് നോക്കുന്ന സമയത്ത് മാത്രം നിങ്ങൾക്ക് ആ മ്യൂസിക് കേൾക്കാൻ പറ്റും. അങ്ങനെയായിരിക്കും ഫ്യൂച്ചർ. ലൈക്ക് CES 2022 അവതരിപ്പിച്ച ഒരു സാധനമാണ്. അതായത് ഇനി നമ്മുടെ ഫ്യൂച്ചറിൽ ഹെഡ്ഫോൺസ് എത്രത്തോളം മാറാൻ പോകുന്നു എന്നുള്ള എൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ്. നിങ്ങളെ ബോറടിപ്പിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇന്നത്തെ വീഡിയോയിൽ വളരെ സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജികളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങ് പരിപാടിയാണ്. രാവിലെ യൂഷ്വലി നിങ്ങൾ അലാറം കേട്ട് എണീക്കുന്ന സമയത്ത് ഒന്നിൽ നിങ്ങളുടെ ഫോണിനകത്തുള്ള കിണി എന്നുള്ള അലാറത്തിൻ്റെ ടൂണായിരിക്കും നിങ്ങൾക്ക് കേൾക്കുക. എന്നാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു അലാറം വന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ മണം കേട്ട് വിശന്ന് വലഞ്ഞെണീക്കാം. അതായത് കോഫിയുടെ സ്മെല്ല്, നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡിൻ്റെ സ്മെല്ല്, ഡ്രിങ്കിൻ്റെ സ്മെല്ല്, അതിനെ ഈ ഒരു സെൻസർ വേക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അലാറത്തിന് റീക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ രാവിലെ ഉറങ്ങിക്കിടക്കുന്ന നിങ്ങൾ ഇഡ്ഡലി സാമ്പാറിൻ്റെ മണം കേട്ടിട്ടായിരിക്കും എണീക്കുന്നത്. യൂഷ്വലി നമ്മുടെ വീട്ടിലൊക്കെ അതിൻ്റെയൊക്കെ മണം കേൾക്കാറുണ്ട്. ഈ ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കൊക്കെ ചിലപ്പോൾ ഉപകാരപ്രദമായേക്കാം. രാവിലെ കോഫിയുടെ സ്മെല്ല് കേട്ട് കഴിഞ്ഞാൽ ആരായാലും ഒന്ന് എണീറ്റ് പോകും. സാധാരണഗതിയിൽ നമ്മൾ എയർപോർട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു പെട്ടി നമ്മൾ വലിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ കയ്യിൽ ചുമന്നുകൊണ്ടായിരിക്കും പോകുന്നത്. എന്നാൽ നിങ്ങളുടെ കൂടെ നടന്നു വരുന്ന പെട്ടിയാണ് ഇനി നമ്മുടെ താരം. സെൽഫ് ഡ്രൈവിംഗ് സൂട്ട് കേസ് എന്നാണ് ഈ ഒരു സാധനത്തിൻ്റെ പേര്. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിനെ ട്രാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പുറകെ ഈ സാധനം വന്നോളും. നിങ്ങൾ ജസ്റ്റ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തിട്ട് അതിനെ ഒന്ന് നിർത്തിയാൽ മതി. അത് റോബോട്ട് പോലെ നമ്മളെ കൂടെ എല്ലായിടത്തും വന്നോളും, ഒരു പ്രശ്നമില്ല. ഇനി ഇത് വല്ല ഡിസ്കണക്റ്റ് ആയി പോയി കഴിഞ്ഞാൽ വല്ല റോഡിലും കിടക്കും ഈ സാധനം. പക്ഷേ ഇന്നോവേഷൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടെ പോകുന്ന സാധനത്തിന് എടുത്തുകൊണ്ട് പോകാനായിരിക്കും നാട്ടുകാർക്ക് ഇഷ്ടം. അപ്പോൾ ഇവിടെയൊക്കെ ഫ്ലെക്സിബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലാന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷെ നല്ലൊരു ഇന്നോവേഷനാണ്. നമ്മുടെ കടലിൻ്റെയൊക്കെ അടിത്തട്ടെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ സമയത്ത് ഒരു കമ്പനി ഒരു മീനിനെ കണ്ടുപിടിച്ചു, ഒരു റോബോട്ട് മീൻ. ഈ മീനിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ മീനിനെ കുറേ മീനുകളെ കൊണ്ടുവന്ന് കടലിൻ്റെ അകത്തേക്ക് ഇടാം. ഈ മീൻ ആ പ്ലാസ്റ്റിക്കിനെല്ലാം തിന്നെടുത്തോളും. അതായത് കടലിൻ്റെ അടിത്തട്ടിൽ കിടക്കുന്ന എല്ലാ പ്ലാസ്റ്റിക്കുകളെയും ഈ മീൻ തന്നെ തിന്ന് തീർക്കും, അല്ലെങ്കിൽ ഈ മീനിൻ്റെ കൂടെ തന്നെ ഒട്ടിച്ചേർന്ന് ഇതിനെ കൊണ്ടുവരും. അങ്ങനെ പ്ലാസ്റ്റിക്കുകൾ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ പാലിക്കുന്നുണ്ടായിരിക്കും ഈ മീനിനെ എങ്ങനെ കൺട്രോൾ ചെയ്യുമെന്ന്. അതായത് നിയർ ഇൻഫ്രാറെഡ് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ഇത് ഒരു മീനിനെ കൊണ്ട് ഇട്ടെന്ന് പറഞ്ഞിട്ട് ഒന്നും ആവില്ല. ഇഷ്ടം പോലെ ലക്ഷക്കണക്കിന് ഈ റോബോട്ട് മീനുകളെ കൊണ്ടുവന്ന് കടലിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിനെ ഒരു സൈഡ് മൊത്തം ഇങ്ങനെ ട്രാക്ക് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ നമ്മുടെ പ്ലാസ്റ്റിക്കുകളൊക്കെ റിമൂവ് ചെയ്യാൻ പറ്റും. 2000 മാർബിൾ വെച്ചുണ്ടാക്കിയ മാർബിൾ മെഷീൻ. അപ്പോൾ നിങ്ങൾ ആലോചിക്കും മാർബിൾ വെച്ചിട്ട് എന്തോന്ന് മെഷീൻ ഉണ്ടാക്കുന്നത്. മാർബിൾ വെച്ചിട്ട് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് ഉണ്ടാക്കിയത്. ഒരാൾക്ക് ഡ്രംസ്, കിക്ക് ഡ്രംസ്, പിയാനോ, അതുപോലെ തന്നെ ബെൽസ്, ഇതേപോലുള്ള എല്ലാ സാധനങ്ങളും അതിനകത്ത് വായിക്കാനായിട്ട് പറ്റും. അതായത് ഇതിനെ മൊത്തത്തിൽ ഒരാൾക്ക് തന്നെ കൺട്രോൾ ചെയ്യാം. ഒരു വലിയൊരു ബാൻഡ് ക്രിയേറ്റ് ചെയ്യുന്ന മ്യൂസിക് ഈ ഒരു ഒറ്റ മെഷീൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഭയങ്കര വലിയ ഇന്നോവേഷനാണ്. അതേപോലെ തന്നെ അത്രത്തോളം സ്കില്ലും അത്രത്തോളം എക്സ്പീരിയൻസും ഉണ്ടെങ്കിൽ മാത്രമേ ഈ മാർബിൾ മെഷീൻ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് പല സാധനങ്ങളിലും നമ്മുടെ മറ്റേ മാർബിൾ ബോൾസ് ഉണ്ടല്ലോ, അതാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ സാധനം ഒരു റൗണ്ടിലൊക്കെ കയറിപ്പോയിട്ട് ഒരു ബക്കറ്റിനകത്തേക്ക് വന്ന് വീണ് അത് വീണ്ടും കയറിപ്പോയി. ഭയങ്കര രസമാണ് കാണാനായിട്ട്, നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ മാർബിൾ മെഷീൻ ചിലപ്പോൾ നമ്മുടെ ഭാവിയിൽ ഇനി ബാൻഡുകളെയൊക്കെ റീപ്ലേസ് ചെയ്തെന്നൊക്കെ വരും. ഫൈനലായിട്ടുള്ള നമ്മുടെ ഇന്നോവേഷൻ എല്ലാ വീടുകളിലും, നമ്മുടെ നാട്ടിലുള്ള എല്ലാ വീടുകളിലും വാങ്ങിച്ച് വെച്ചിരിക്കേണ്ട കാര്യമാണ് ഹിപ്പ് സേഫ് എയർ ബാഗ്. ഹിപ്പ് സേഫ് എയർ ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയസ്സായവർക്ക് അവരുടെ ഇടുപ്പിലായിട്ട് ഒരു സാധനം അല്ലെങ്കിൽ ഒരു ബെൽറ്റ് പോലൊരു സാധനം കെട്ടാം. ഈ ഒരു ബെൽറ്റ് പോലൊരു സാധനം കെട്ടിയത് ഇവരെ
വീഴുന്നതിൽ നിന്ന് ഭയങ്കരമായിട്ട് രക്ഷപ്പെടുത്തും. അതായത് ഒരു ആംഗിളിൽ കൂടുതൽ ഇവർ ചരിഞ്ഞ് വീഴുകയോ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴുകയോ ചെയ്തു കഴിഞ്ഞാൽ 200 മില്ലി സെക്കൻഡുകൾ കൊണ്ട് ഒരു എയർ ബാഗ് അവർക്ക് ചുറ്റും, അവരുടെ ഇടുപ്പിന് ചുറ്റും ഇങ്ങനെ വളർന്ന് അല്ലെങ്കിൽ വീർത്ത് വരും. അതുകൊണ്ട് തന്നെ ഈ എല്ല് പൊട്ടലുകളും ഇടുപ്പ് ഇളകി പോകുന്നതും ഇതേപോലുള്ള വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഇവരെ രക്ഷിക്കാനായിട്ട് പറ്റും. ശരിക്കും പറഞ്ഞാൽ ഇതേപോലുള്ള ഇന്നോവേഷൻസ് ആണ് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ആവശ്യം. അപ്പോൾ ഇത്രയാണ് സ്ട്രേഞ്ചസ്റ്റ് ആയിട്ടുള്ളതും യുണീക്ക് ആയിട്ടുള്ളതും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കുറച്ച് ടെക് അറൗണ്ട് ദ വേൾഡ്. അപ്പോൾ ഈ ഒരു ടെക് അല്ലെങ്കിൽ ഈ ഒരു 5 ടെക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ഈ ഒരു ഇന്നോവേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഏതാണ് എന്നുള്ളതും കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ആദ്യം പറഞ്ഞ സാധനമാണ്, അതായത് ആ ഒരു വയർലെസ് ഹെഡ്ഫോൺ അല്ലെങ്കിൽ ഇൻവിസിബിൾ ഹെഡ്ഫോൺ, വയർലെസ് അല്ല ഇൻവിസിബിൾ ഹെഡ്ഫോൺ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതും കൂടി കമൻറ്റ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു ടെക്നോളജി വീഡിയോയിൽ വീണ്ടും കണ്ടുവന്നായിരിക്കും. ബൈ. താങ്ക് യു.